നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളിയായിട്ടുള്ള ഒറ്റ നിലയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. നല്ല എ ഫ്രെയിം റൂഫും അതുപോലെ കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. ഇത് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ എലിവേഷനിൽ വരുന്നുണ്ട്. നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ഇന്റീരിയർ ഭാഗവും അതുപോലെ തന്നെ എലിവേഷൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തച്ചോട്ടാവിൽ നിന്ന് നമുക്ക് മൂങ്ങോട് എന്നുള്ള സ്ഥലത്താണ് നമുക്കൊരു വീട് വരുന്നത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കൊരു വീടിന് വരുന്നത്. തൊട്ടടുത്ത് തന്നെ വേറെ വില്ല പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു ഏരിയ കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് കംപ്ലീറ്റ് റെഡി ടു മൂവ് ഓൺ ആണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടേജ് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തെടുത്ത് നല്ല വഴി, അടിപൊളിയായിട്ടുള്ള നല്ല വീതിയുള്ള ഒരു വഴി, ലോറി സൈറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയ. അപ്പം ഈ കാണുന്നതാണ് നമുക്ക് ഫ്രണ്ട്, നമുക്ക് ഇത്രയും എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തൊരു ഫ്രണ്ടേജ് തന്നെയാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ നമുക്ക് ഇതുപോലെ കാണുന്ന പൈപ്പ് കണക്ഷന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കത് പിന്നെ ഗാർഡൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. തൊട്ട് ഓപ്പോസിറ്റിലും നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും അതോടെ തന്നെ ഒരു പൈപ്പ് കണക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ടെറസിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വിശാലമേറിയ വീതിയുള്ള ഒരു സിറ്റൗട്ട് നമുക്ക് വന്നിട്ടുണ്ട്. 12x6 ഡയമെൻഷൻ വരുന്ന സിറ്റൗട്ടാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ടോപ്പിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 3D എലിവേഷൻ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനാക്കി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പ്ലാവിൻ്റെ അടിയിലാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പ്ലാവും അതുപോലെ ആഞ്ഞിലിയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു എലഗൻറ്റ് രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡോർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 3 ചുമരും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വുഡ് വർക്ക് വരുന്ന ടെയില് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ടൊന്ന് കിടക്കാം. സിറ്റൗട്ടിൽ നമ്മൾ നേരെ വീടിനകത്തോട്ട് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിശാലമേറിയ ലിവിങ് ഏരിയ. സൈഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയ ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് TV യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് വിത്ത് പാർട്ടീഷൻ ഉൾപ്പെടെയാണ് ചെയ്തേക്കുന്നത്. ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും പൂർണ്ണമായി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഈ ഒരു ഇത് കാണുന്നത്. നമുക്ക് അതിൽ വരുന്ന TV ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല റൊട്ടേഷൻ വരുന്ന ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് വരുന്നത്. ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ നമുക്ക് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കവിടെ കാണാൻ പറ്റും. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗാണ് വന്നേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ടൊന്ന് പോവാം. ഈ പാർട്ടീഷൻ എല്ലാം നമുക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നത്. പാർട്ടീഷനെല്ലാം നല്ല മനോഹരമായാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 10x12 ഡയമെൻഷൻ വരുന്ന നല്ല വലിയ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഇത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം മുഴുവനും. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്മാർട്ട് മിററും അതുപോലെ തന്നെ നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് വരുന്ന ഒരു വാഷ് കൗണ്ടറും നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോവാം.
അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കളർ കോമ്പിനേഷനും തീമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള മനോഹരമായ ഒരു കിച്ചണാണ് ഈ കാണുന്നത്. നമുക്ക് നല്ല വുഡ് പാറ്റേൺ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫ്ലോറിംഗ് ടൈലും കാര്യങ്ങൾ തന്നെയാണ് കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 12x14 ഡയമെൻഷൻ വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളർ കോമ്പിനേഷനും കംപ്ലീറ്റ് ആയിട്ട് ചെയ്താണ് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് ആണ് നമുക്ക് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കപ്പോൾ ഈ ഒരു കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട്. വർക്ക് ഏരിയ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ലാബും അതുപോലെ തന്നെ സിങ്കും അവിടെ ബാക്ക് സൈഡിൽ നമുക്ക് ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. വീടിന് വേണ്ടിയിട്ടുള്ള കിണറും നനക്കല്ലും അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റേജ് ഡിസ്പോസലും അല്ലെങ്കിൽ വേസ്റ്റിൽ കത്തിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 4.25 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. സിംഗിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ഡൈനിങ്ങോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ബെഡ്റൂം. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫുൾ പാനൽ വർക്കും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കും വരുന്ന ഒരു ആർട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ചുമരിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാൾ റൂഫ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇത് കാണാൻ നമുക്കിവിടെ പറ്റും. ഈ ഒരു കോർണറിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനും വരുന്നുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ അജേര നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പാനൽ വർക്കും അതുപോലെ തന്നെ ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഒരു വാൾ റൂഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായ രീതിയിൽ ഈ ഒരു റൂമിൽ വാൾ റൂഫ്സ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ചുമരിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം, അവസാനത്തെ ബെഡ്റൂമിലോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും മൂന്നാമത്തെ ബെഡ്റൂമും 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ കാണുന്ന പോലെ തന്നെ ടെക്സ്ചർ വർക്കും അതുപോലെ തന്നെ പാനൽ വർക്കും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ചുമര് നമുക്കിവിടെ ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വാൾ റൂഫ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റൂമാണിത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഈ റൂമിനും വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറി നമുക്ക് നല്ല മനോഹരമായ ഒരു സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് നമുക്ക് ആസ്കിങ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 50 ലക്ഷമാണ് നമുക്ക് ചോദ്യം വരുന്നത്. ഈ ഒരു പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പം ഈ വീടിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീടിൻ്റെ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.
ഗവൺമെൻറ് ബാങ്ക്സിൽ നിന്നും കാര്യങ്ങൾക്ക് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.